കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രവർത്തകർ യോഗം ചേരുന്നു. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, പ്രസിഡന്റ് അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. പ്രവർത്തകരിൽ പലരും കറുത്ത വസ്ത്രമണിഞ്ഞാണ് ക്യാമ്പസിലെത്തിയത്. യോഗം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നത്. അരുൺ, ഏത് രീതിയിൽ വൈകിട്ടത്തെ സമരം പ്ലാൻ ചെയ്യുന്നു? കാര്യം ഗവർണർ വണ്ടിക്കടുത്തോട്ട് കരിങ്കൊടുക്കാർ വന്നാൽ ഇറങ്ങി നിൽക്കും, പ്രതിഷേധിക്കും. ഗവർണർ വേറൊരു തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സമരം പ്ലാനിങ്, അരുൺ? ഹാഷ്മി, പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ ക്യാമ്പസിലേക്ക് എത്തുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ളത്. ഡൽഹിയിൽ നിന്നുള്ള അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്തും അതുതന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും SFI പ്രവർത്തകർ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, അതായത് ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കാല് കുത്തിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് SFI പ്രവർത്തകരുള്ള. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആർഷോ ഇന്നലെ രാത്രി തന്നെ ക്യാമ്പസിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നു, പദ്ധതികൾ ഇടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല SFI പ്രവർത്തകരും ക്യാമ്പസിനുള്ളിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയിട്ടുണ്ട്. രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PH ഹസൻ മുബാറക് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസിലേക്ക് എത്തിയിരുന്നു. കറുത്ത വസ്ത്രമാണ്, യാദൃച്ഛികമായാണ് ഇത്തരത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് SFI പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും അത് ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഗവർണറെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഈ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും SFIയുടെ യോഗം കുറച്ച് മുൻപ് ഉണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലെ യൂണിയൻ ഓഫീസിനുള്ളിൽ യോഗം ചേർന്നിരുന്നു. യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം അതെ ക്യാൻറ്റീൻ പരിസരമാണ് ഹാഷ്മി. എന്തായാലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ SFI പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിനാണ് SFI പദ്ധതിയിടുന്നത്. മലപ്പുറം SP യുടെ നേതൃത്വത്തിൽ 300-ലധികം പോലീസുകാരെ ക്യാമ്പസിനകത്തും പുറത്തും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ സുരക്ഷ പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ആശങ്കയാണ്. പോലീസാണ് വിഷമവൃത്തത്തിലായിരിക്കുന്നത്. ഒരു പക്ഷത്തെ ഭരണഘടനാ തലവനും മറുവശത്തെ ഭരണഘടനാ വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള പോരാണ്. ഈ പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ കരിങ്കൊടി പ്രതിഷേധ പശ്ചാത്തലത്തിൽ കരുതൽ തടങ്കൽ എടുക്കുന്നത് പോലെ എന്തായാലും SFI നേതാക്കളോ പ്രവർത്തകരോ കരുതൽ തടങ്കൽ എടുക്കും എന്ന് കരുതേണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം മലപ്പുറം SP-യുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. DYSP മൂസയാണ്, കൊണ്ടോട്ടി DYSP മൂസയ്ക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-ക്കുമാണ് ഈ ക്യാമ്പസിനകത്തെ സുരക്ഷാ ചുമതലയുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മലപ്പുറം SP S ശശിധരൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുണ്ട്. ഈ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. ക്യാമ്പസിനകത്ത് SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസിനകത്ത് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടുപുറകിലാണ് മെൻസ് ഹോസ്റ്റലുള്ളത്. ഈ പ്രദേശത്തൊക്കെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കരുതൽ തടങ്കൽ നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ഇനി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമോ എന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധേയമാണ്. അത് അവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം SFIയുടെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.